ഗായ്സ്, അപ്പോൾ മോനും അമ്മും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അമ്മുവും ഞാനും അമ്മയും ചേട്ടായി മോനും എല്ലാവരും കൂടെ മീൻ ബൈ ഷെഫ് പിള്ള കൊല്ലത്തുണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്ന് പോകാൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് 6 മണിക്കുള്ള സ്ലോട്ടാണ് കിട്ടിയിരിക്കുന്നത്, ബാക്കിയെല്ലാം ഫില്ലായിപ്പോയി. അപ്പം ഇന്നത്തെ എൻ്റെ മേക്കപ്പ് ഇങ്ങനെയുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇറങ്ങണം, ആക്ച്വലി ലേറ്റാണ്. അപ്പോൾ ബാക്കി അവിടെ പോയി കാണിക്കാം കേട്ടോ. ലെറ്റ്സ് ഗോ, ബൈ. എല്ലാം തിരിച്ചാ പറഞ്ഞു കേട്ടോ, ബൈ, ലെറ്റ്സ് ഗോ. നമ്മുടെ ഇവിടുന്ന് ഒരു 45 മിനിറ്റ്സ് ആണ് കേട്ടോ കാണിക്കുന്നത്, അപ്പോൾ അങ്ങോട്ടുള്ള റൂട്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി കുറച്ച് ലേറ്റാണ്. അപ്പോൾ നമ്മൾ അവരെ വിളിച്ചിട്ട് പറഞ്ഞു ഇതേപോലെ 6 മണി സ്ലോട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്, എന്നാലും വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പ്രോബ്ലം ഇല്ല, ഒരു 10-15 മിനിറ്റ്സ് അവർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് വേറൊരു പരിപാടി ഉണ്ടായിട്ടുണ്ട്. അമ്മ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് അമ്മയും പിക്ക് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷെഫ് സുരേഷ് പിള്ള അല്ലെങ്കിൽ ഷെഫ് പിള്ള എന്ന് പറയുന്നത് നമ്മുടെ അംബാസഡർ ഓഫ് കേരള ക്യുസീനാണ്. പുള്ളിക്കാരൻ ഇന്ത്യൻ ബോൺ ആയിട്ടുള്ളൊരു ബ്രിട്ടീഷ് ഷെഫാണ്. അപ്പോൾ നേരത്തെ കൊച്ചിയിൽ മാത്രമേ മീൻ ബൈ ഷെഫ് പിള്ള ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ കൊല്ലത്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഡിഷസിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു ഓതൻറ്റിക് കേരള ടേസ്റ്റാണ് വിത്ത് എ മോഡേൺ ട്വിസ്റ്റാണ്. അങ്ങനെയാണ് പുള്ളിക്കാരൻ്റെ മോസ്റ്റ് ഓഫ് ദ ഫേമസ് ഡിഷസ് ഉള്ളത്. അപ്പോൾ മീൻ ബൈ ഷെഫ് പിള്ള എന്ന് പറയുന്നത് 12 മണി തൊട്ട് 11 മണി, രാത്രി 11 മണി വരെയാണ് ഉള്ളത്. നമ്മൾ എന്തായാലും ഫോൺ വിളിച്ചിട്ട് സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് വേണം പോവാൻ, കാരണം എല്ലാം ഫില്ലായിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ചെന്നിട്ട് ചെയ്യാമെന്ന് വിചാരിക്കരുത്. അപ്പോൾ അവിടെ ബൊഫേ ഇല്ല കേട്ടോ, എല്ലാം അലാക്കാട്ടേ ഉള്ളൂ. നമ്മളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ബുക്ക് ചെയ്യണം. ഞാൻ ഒരു ഫൺ ഫാക്റ്റ് പറയട്ടെ. ഈ അലക്കാട്ടെ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? അതൊരു ഫ്രഞ്ച് ഫ്രേസ് ആണ് കേട്ടോ. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഫ്രം ദ കാർഡ് അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ദ മെനു എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ഈച്ച് ഡിഷ് സെപ്പറേറ്റ് ആയിട്ട് ചുമ്മാ ഒന്ന് പറയാൻ തോന്നിയത് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല കിഡിലൻ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. വെളിയിൽ നിന്ന് കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. ഇത് അഷ്ടമുടി കായലിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ അവിടെ നമ്മൾ ചെന്ന ഉടനെ തന്നെ ഒരു ഫോട്ടോ എടുക്കണമല്ലോ. അപ്പോൾ അതൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ അകത്തോട്ട് കയറുകയാണ്. അഷ്ടമുടി കായലിൻ്റെ തൊട്ടടുത്ത് നല്ല കിഡിലൻ ആയിട്ടുള്ളൊരു എന്താ പറയുക, നല്ല റിഫൈൻഡ് ആയിട്ടുള്ള നല്ല ഒരു ലക്ഷൂറിയസ് ഫീല് തരുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. ഇൻറ്റീരിയേഴ്സ് ഒക്കെ നല്ല കിഡിലനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ നല്ല ഫോട്ടോ ഫ്രെയിംസ്, അങ്ങനെ ഓരോ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഫോട്ടോ ഫ്രെയിംസ് അങ്ങനെയൊക്കെ ഉണ്ട്. മൊത്തത്തിൽ ഒരു എന്താ പറയുക, നല്ലൊരു ലക്ഷൂറിയസ് അടിപൊളി ഇൻറ്റീരിയറാണ്. അവിടെ കാണാൻ തന്നെ ഒരു ഒത്തൻറ്റിക് അടിപൊളി ലുക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇൻറ്റീരിയറും ബാക്കി ലുക്ക് വൈസും എല്ലാം അങ്ങ് ഇഷ്ടപ്പെട്ടായിരുന്നു. നമുക്കവിടെ മെനു കിട്ടുന്ന ചാർട്ടായിട്ടല്ല കേട്ടോ, നമുക്ക് അവിടെ ഒരു സ്കാനർ ഉണ്ടാവും. അപ്പോൾ നമ്മളത് സ്കാൻ ചെയ്തിട്ട് മൊബൈലിലാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റാർട്ടേഴ്സ്, മെയിൻ കോഴ്സ്, ഡെസേർട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടറായിട്ട് 3 പറഞ്ഞു കേട്ടോ. സംഭാരം, കടുമാങ്ങ, പാനിപ്പൂരി പറഞ്ഞു, അതേപോലെ പഴംപൊരി വെച്ചിട്ടുള്ളൊരു ചാട്ട്, അതേപോലെ വാട്ടർമെലൻ ചാട്ട്, അങ്ങനെ 3 ഉണ്ട് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു എങ്ങനെ ആയിരിക്കും എന്തുവെന്നൊക്കെ നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ ആദ്യം നമ്മുടെ കടുമാങ്ങ പാനിപ്പൂരി വന്നു കേട്ടോ. സംഭവം അത്യാവശ്യം ഓക്കെ ആയിരുന്നു കേട്ടോ. ഒരു പച്ചമാങ്ങയുടെ ടേസ്റ്റും ഒക്കെ വെച്ചിട്ടൊരു നല്ലൊരു ടേസ്റ്റാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പം പിന്നെ ക്യാഷ് വൈസ് വെർത്തിട്ടാണോ എന്ന് ചോദിച്ചാൽ ഓക്കെ ആണ്, നല്ലതാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ രണ്ടാമത് പറഞ്ഞാൽ നമ്മുടെ പഴംപൊരി ചാട്ട്, അയ്യോ ലോകോത്തര തോൽവിയായിരുന്നു കേട്ടോ. അത് ചെയ്യേ വേണ്ടായിരുന്നു. അത് വളരെ എന്താ പറയുക, അത് ഒട്ടും കൊള്ളുന്നില്ലായിരുന്നു. എന്താ വെച്ചാൽ പഴംപൊരി 5ആയിട്ട് മുറിച്ചു, അതിനകത്ത് മിച്ചറിട്ടു, അതിനകത്ത് പ്രോമോഗ്രാനൈറ്റ് ഇട്ടു, അത്രയേ ഉള്ളൂ സംഭവം. ഒട്ടും കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ പറഞ്ഞത് വാട്ടർമെലൻ ചാട്ടാണ്. അതാണ് കൂട്ടത്തിലെ ഏറ്റവും നല്ല സ്റ്റാർട്ടറായിരുന്നത്. പിന്നെ നമ്മുടെ മെയിൻ കോഴ്സ് എന്ന് പറയുന്നത് ചിക്കൻ മപ്പാസ്, ഇടിയപ്പം, പിന്നെ മുട്ടയപ്പം, നൂൽ പൊറോട്ട, പിന്നെ കണവ തോരൻ, അതേപോലെ നമ്മുടെ ഫിഷ് നിർവാണ, ഇതൊക്കെയായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. മെയിൻ കോഴ്സ് സൂപ്പറായിരുന്നു കേട്ടോ, എല്ലാം സൂപ്പറായിരുന്നു. തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ട് ഫിഷ് നിർവാണയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഫിഷ് നിർവാണ തന്നെ 2-3 ടൈപ്പ് ഉണ്ട് അവിടെ. കരിമീൻ ഫിഷ് നിർവാണയുണ്ട്, അതേപോലെ നെയ്മീൻ ഫിഷ് നിർവാണയുണ്ട്. അത് ഓരോന്നും ഡിഫറെൻ്റ്. അപ്പം നമ്മൾ നെയ്മീൻ ഫിഷ് നിർവാണ കേട്ടോ പറഞ്ഞത്. സൂപ്പർ കോമ്പിനേഷൻ ആയിരുന്നു. എല്ലാത്തിലും ആ തേങ്ങാപ്പാലിൻ്റെ ഒരു അതിപ്രസരം ഉണ്ടായിരുന്നു. എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല സൂപ്പറായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ടൊക്കെ പോകാൻ നേരത്തിട്ടേ ബാത്റൂമിനകത്ത് എഴുതിക്കുന്നത് വുമൻ മീൻ, മെന്നിന് പകരം മീനെന്നും വുമണിന് പകരം വുമീനെന്നും. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ നമുക്ക് കണ്ണാടി ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തില്ലെങ്കിൽ അങ്ങോട്ട് പറ്റത്തില്ലല്ലോ. പിന്നെ ഡെസേർട്ട് ടൈം എത്തി കേട്ടോ. നമ്മൾ പറഞ്ഞത് എല്ലാത്തിനും ഒരു ട്വിസ്റ്റാണ്. ഉണ്ണിയപ്പം
ഫലൂഡയായിരുന്നു കേട്ടോ നമ്മൾ പറഞ്ഞത്. ഐസ്ക്രീമൊക്കെ വെച്ചിട്ട് ഉണ്ണിയപ്പം ഫലൂഡയായിരുന്നത്. അതിനകത്ത് ഉണ്ണിയപ്പം, തേൻ മുട്ടായി, മൊത്തത്തിൽ പുള്ളി ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു മെനു ആണിത്. നമ്മുടെ തേൻ മുട്ടായി, ഉണ്ണിയപ്പം എല്ലാം ഉണ്ട്. അതേപോലെ കോൺഫ്ലെക്സും ഒക്കെ ഉണ്ട്. ഇതിൽ കോൺഫ്ലെക്സും പാലിൻ്റെ കോൺസെപ്റ്റ് ഇല്ലേ, അതുപോലെ ഉണ്ട് കേട്ടോ. കോൺഫ്ലെക്സും അതേപോലെ ഒരു മിൽക്കിൻ്റെ ടേസ്റ്റ് ഉള്ളത്. എന്തോ സംഭവം എനിക്ക് അറിഞ്ഞുകൂടാ. ഇവാപ്പറേറ്റഡ് മിൽക്കാണോ എന്തോന്ന് അറിയത്തില്ല. അങ്ങനെ അതെല്ലാം കഴിച്ചു ഞങ്ങൾ. അങ്ങനെ നമ്മൾ വെളിയിലോട്ടൊന്ന് ചുറ്റിറങ്ങപ്പം നമ്മുടെ അഷ്ടമുടി കായലും അവിടുത്തെ വ്യൂ ഒക്കെ നല്ല കിഡിലനാണ് കേട്ടോ. രാത്രിയിൽ ഒരുപാട് ലൈറ്റ്സും ഒക്കെ. അപ്പം നമ്മൾ ചുമ്മാ ഒന്ന് കഴിച്ചതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി ചുമ്മാ ഒന്ന് നടന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കഴിച്ചിട്ടൊക്കെ ഇറങ്ങി നമ്മൾ നടന്നു. മൊത്തത്തിൽ ഫുഡ് വർത്തിട്ടാണോ എന്ന് വെച്ചാൽ ഒരു ടൈം എക്സ്പീരിയൻസിന് നല്ലതാണ് കേട്ടോ. എപ്പോഴും പോവാന്ന് വെച്ചാൽ ഞാൻ പോകത്തില്ല, അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇപ്പോൾ ബാക്കി എന്തോ ഒരു ജസ്റ്റ് ഒരു എക്സ്പീരിയൻസിന് ചുമ്മാ ഒരു ഫാൻസി, അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നമ്മൾ ചുമ്മാ കുറച്ച് നേരം നടന്നു. അവിടെയൊക്കെ നിറയെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നല്ല ഐസ്ക്രീമൊക്കെ കഴിച്ച് കടലല്ലേ അഷ്ടമുടി കായലിൻ്റെ അരുവിലൊക്കെ ഇരുന്ന് കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അടിപൊളിയാണ്. അത് ഞങ്ങൾ കുറേ നേരം നടന്നതിന് ശേഷം തിരിച്ച് വീട്ടിലോട്ടുള്ള പോവുമായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ ഷെഫ് ബൈ മീൻ ബൈ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിൽ പോയ കഥ. അപ്പം ഞാൻ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഇനിയും വരാം കേട്ടോ. അതുവരെ ബൈ.